നിങ്ങൾ മാർക്കസ് ബ്രൗണിയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടോ? അതുപോലെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടോ? അതെല്ലാം ക്രിഞ്ചായിരുന്നു. ബട്ട് അവരന്ന് ആ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ കാണുന്ന ലെവലിൽ എത്തുകയില്ലായിരുന്നു. നമസ്കാരം, ഞാൻ അലൻ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ആൻഡ് വെൽക്കം ടു ബിസിനസ് ന്യൂസ് മലയാളം. ഫസ്റ്റ് ന്യൂസ് ഫോർ ദ വീക്ക്. ഗാന സോൾഡ് ഫോർ ജസ്റ്റ് 25 lakhs. അതെ, 2010 സ്റ്റാർട്ട് ചെയ്ത ഒരു മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് ഗാന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു. ഒരു കാലത്ത് അതിന് $1 billion വരെ വാല്യുവേഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ഫണ്ടിങ് ലഭിച്ചു. ബട്ട് ആ ഒരു ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും അവർക്കൊന്ന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇടയ്ക്ക് എയർടെലിൻ്റെ മ്യൂസിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള വിങ്കിന് അവർ ഒന്ന് മേർജ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, ബട്ട് അത് മൂത്രൂ ആകില്ല. ആറ്റ് ദി എൻഡ് നൗ ലാസ്റ്റ് വീക്ക് റേഡിയോ മിർച്ചിയുടെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡിന് ജസ്റ്റ് 25 lakhs ഒരു ഡിസ്ട്രസ് സെയിൽ അവർ നടത്തി. നെക്സ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് ഏത്തർ. ഏത്തർ എനർജി ഇപ്പോൾ ഒരു യൂണിക്കോൺ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. $1 billion വാല്യുവേഷൻ, $1 billion മൂല്യം ഉള്ള കമ്പനികളെയാണ് യൂണിക്കോൺ കമ്പനികളെന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഒരു 600 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോടെയാണ് ഏതർ എനർജി, അതായത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ നിർമ്മിക്കുന്ന ഏതർ എനർജി ഒരു യൂണിക്കോൺ കമ്പനിയായിട്ട് മാറിയത്. നെക്സ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് സ്റ്റാർബക്സ്. സ്റ്റാർബക്സിൻ്റെ ഇന്ത്യൻ ഒറിജിൻ CEO ആയിരുന്ന ലക്ഷ്മൺ നരസിംഹനെ മാറ്റിയിട്ട് ചിപ്പോട്ലെ എന്ന് പറയുന്ന മെക്സിക്കൻ ടാക്കോ കമ്പനിയാണ്. മെക്സിക്കൻ ടാക്കോ കമ്പനിയായിട്ട് ചിപ്പോട്ലയുടെ CEO ആയിരുന്ന ബ്രയൻ നിക്കോളിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. കോൺസ്റ്റൻ്റ്ലി ആയിട്ട് സ്റ്റാർബക്സിൻ്റെ ഷെയർ പ്രൈസസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇൻവെസ്റ്റർ പ്രഷേഴ്സ് മൂലമാണ് ഈ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുക. ഇനി നമുക്കൊരു ഫൺ ഫാക്ട് നോക്കാം. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഹിൻഡൻബർഗ് റിസർച്ച് ഫേം എന്നൊരു കമ്പനി വാർത്തകളുണ്ടായിരുന്നു. അദാനിയുടെ ചില ഓഫ് ഷോർ കമ്പനികളിൽ സെബിയുടെ ചെയർപേഴ്സണായിട്ടുള്ള മാധവി ബുച്ചിന് നിക്ഷേപമുണ്ട് എന്നുള്ളൊരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ബട്ട് എന്നാൽ ഈ കമ്പനിക്ക് ഈ പേര് വരാനുള്ള കാരണം നമുക്കറിയാം. ഹിൻഡൻബർഗ് ജർമ്മനിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ എയർഷിപ്പായിരുന്നു. ഈ ഒരു എയർഷിപ്പ് 1973 ഒരു അപകടത്തിൽ പെടുകയുണ്ടായി. ആൻഡ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ സമയത്ത്. ഇതുപോലെയുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, അക്കൗണ്ടിങ് ഫ്രോഡുകൾ, മാൽ പ്രാക്ടീസസ് പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. ആൻഡ് അതുകൊണ്ടാണ് അവർ ഈ ഒരു കമ്പനി ഹിൻഡൻബർഗ് റിസർച്ച് ഫേം എന്ന് പേരിട്ടത്. ഇതുപോലുള്ള വീക്ക്ലി അപ്ഡേറ്റുകൾക്കും ഫാക്റ്റുകൾക്കും ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സിനൊക്കെ അത് ഷെയർ ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.